ഗ്യാസ് വില വർധനവിൽ പ്രതിഷേധിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കാസർഗോഡ് നഗരത്തിൽ 1000 തിരിതെളിയിക്കൽ സമരം നടത്തി. അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി നാരായണ പൂജാരി പ്രകടനം ഉദ്ഘാടനം ചെയ്തു. ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ, അതിന് സ്വർണ്ണ തിളക്കമേകാൻ ഗോൾഡ് കിങ് ഉണ്ട്. ഗോൾഡ് കിങ്, ദ ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി. മെയിൻ ജംഗ്ഷൻ, ഉപ്പള. ഗ്യാസ് വില വർധനവിൽ പ്രതിഷേധിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ 1000 തിരിതെളിയിക്കൽ യാത്ര നടത്തി. ഇന്ന് കേരളത്തിൽ ഹോട്ടൽ ഭക്ഷണത്തെ ആശ്രയിക്കുന്നവർ വർദ്ധിച്ചു വരികയാണ്. വീടുകളിലെ ഗ്യാസിന് പരിഗണന കൊടുക്കുന്നത് പോലെ ഹോട്ടലുകളിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറിനും പരിഗണന കൊടുക്കണമെന്ന് ജില്ലാ സെക്രട്ടറി ബിജു ചുള്ളിക്കര ആവശ്യപ്പെട്ടു. അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി നാരായണ പൂജാരി പ്രകടനം ഉദ്ഘാടനം ചെയ്തു. കൃത്രിമ ക്ഷാമമുണ്ടാക്കുക കൂടി ചെയ്തിരിക്കുകയാണ്. ഓരോ കടയിലും ഗ്യാസ് കൊണ്ട് ഇറക്കുമ്പോൾ ഏജന്റുമാർ പറയുകയാണ്, ഒരു കുറ്റിക്ക് 200 രൂപ വെച്ച് നിങ്ങൾ കമ്മീഷൻ തരണമെന്ന്. ഞങ്ങൾ പറഞ്ഞു, കമ്മീഷൻ ഞങ്ങൾ തരില്ല, കമ്മീഷൻ തരണമെങ്കിൽ നിങ്ങളുടെ ബില്ല് തരണമെന്ന്. അപ്പോൾ ഒരു ഗ്യാസ് ഏജൻസികളും ബില്ല് തരാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ നമ്മളെന്താണ് മനസ്സിലാക്കേണ്ടത്? ഇത് കൃത്രിമമായ ക്ഷാമം ഉണ്ടാക്കുകയാണെന്നല്ലേ. ഹോട്ടൽ മേഖലയിലെ അവസ്ഥ വളരെ പരിതാപകരമാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വില ക്രമാതീതമായി ദിവസം തോറും ഓരോ ദിവസവും അടിവെച്ച് ഉയർന്നിരിക്കുകയാണ്. ഇന്നിപ്പോൾ കോഴിയുടെ വില എന്തായി, ഗ്യാസിൻ്റെ വില എന്തായി? ഈ ഒരു മേഖല താഴ്ന്ന തരിപ്പണമായിരിക്കുകയാണ്. ഞങ്ങൾ ഓരോരുത്തരും കടക്കണിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നോമ്പ് കാലത്ത് ഏകദേശം 10-100ഓളം ഹോട്ടലുകളാണ് കൂട്ടി സീൽ വെച്ചിരിക്കുന്നത്. നോമ്പ് കഴിഞ്ഞാൽ പോലും അവരെ തുറക്കുകയില്ല. ഈ കടക്കണിയിൽ വീണുകൊണ്ട് ഞങ്ങൾ സർക്കാരിനോട് ഒന്നേ പറയാനുള്ളൂ, ഏറ്റവും കൂടുതൽ തൊഴിലാളികളെ പണിയെടുപ്പിച്ച് ഉപജീവന മാർഗം കൊടുക്കുന്ന ഒരു വ്യവസായ മേഖലയാണ് ഞങ്ങളുടെ ഹോട്ടൽ മേഖല. ആ ഹോട്ടൽ മേഖലയെ സംരക്ഷിച്ചു പിടിക്കുവാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും ഗ്യാസ് സുലഭമായി വിപണിയിൽ ലഭിക്കത്തക്ക വിധത്തിലുള്ള ക്രമീകരണങ്ങൾ ചെയ്തു തരണമെന്ന് പ്രിയപ്പെട്ട സർക്കാരിനോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ജില്ലാ പ്രസിഡന്റ് രഘുവീർ പൈ, ജില്ലാ ട്രഷറർ മുഹമ്മദ് ഗസാലി, രാജൻ കളക്കര തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.